കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൽ ഗാനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ആമേൻ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പാടുവാൻ നമുക്ക് എളുപ്പമുണ്ട്, പറയാനും എളുപ്പമാണ്. പക്ഷെ കഷ്ടം വരുമ്പോൾ സാരമില്ല എന്ന് പറയുവാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ വ്യക്തികളും കഷ്ടത്തിൽ കൂടെ കടന്നു പോകാറുണ്ട്. കഷ്ടമില്ലാത്തൊരു ജീവിതമല്ല ഭൂമിയിലെ ജീവിതം. നമ്മൾ കഷ്ടത അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും ഫിലിപ്പിയിലെ അപ്പോസ്തലനായ പൗലോസ് കഷ്ടതയെന്ന് വരമാണെന്നും നമ്മുടെ കർത്താവ് പറഞ്ഞ കുഞ്ഞുങ്ങളെ ലോകത്തിന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുത്തി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ലേഖനം എടുത്തവർ പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സ്ഥിതപ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം, അതോ പ്രശംസിക്കണമെന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നമ്മൾ ലജ്ജിച്ചു പോകരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ കഷ്ടങ്ങൾ നമ്മളെ പലപ്പോഴും തകർക്കാറുണ്ട്, നിരാശപ്പെടുത്താറുണ്ട്, ഭാരപ്പെടുത്താറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നത് ഈ കഷ്ടങ്ങളെല്ലാം മാറും, ഈ പ്രതികൂലങ്ങളെല്ലാം മാറും. സന്തോഷത്തിൻ്റെ സമാധാന സുദിനം നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കുന്നത് ഓർത്ത് ഇന്ന് രാവിലെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ബൈബിളിനകത്ത് യേശു കർത്താവ് കഴിഞ്ഞാൽ ദൈവസഭയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചൊരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ട ആ വ്യക്തി ദമസ്കോസിൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ട് ചില നാളുകൾ മരുഭൂമി പോയിരുന്ന് പ്രാർത്ഥിച്ച് ആത്മീയവരൊക്കെ പ്രാപിച്ച് മടങ്ങി അന്ത്യോക്യയിലേക്ക് വന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ ദൈവം വിളിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ് സഭ പ്രാർത്ഥിച്ചയച്ച ഈ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാന സംഭവം ഓർമ്മപ്പെടുത്താനായിട്ട് പോവുകയാണ്. ആ ഒന്നാമത്തെ മിഷണറി യാത്ര ചെയ്ത് പാഫോസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അങ്ങനെ എത്തി അവിടുത്തെ ഒരു പ്രധാനിയായ സർഗോസ് പൗലോസ് എന്ന് പറയുന്ന ഒരു ദേശങ്ങളുടെ ഭവനത്തിൽ ചെല്ലാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹം ആത്മീയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം സുവിശേഷം കേൾക്കുന്നു, ദൈവത്തിൽ വരാനുള്ള മനസ്സുറക്കമുണ്ട്. എന്നാൽ അത് തടയുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്. ആ വ്യക്തിയുടെ പേര് എലിമാസ് എന്നാണ്. മറ്റൊരു പേരുണ്ട്, അതിനോട് ബേറേസ് എന്ന് പേരുണ്ട്. അദ്ദേഹം ഈ സെർഗോസ് പൗലോസിൻ്റെ വിശ്വാസത്തെ തടയുകയാണ്. ഉടനെ ശൗൽ എന്ന് പറഞ്ഞ പൗലോസ് പറഞ്ഞൊരു വാക്യം അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 13-ാമത്തെ അധ്യായം നമ്മൾ 10 മുതൽ വായിക്കുന്നു. ഹേ സകല കപടവും ധൂർത്തം നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ. നോക്കുക, സകല കപടവും ധൂർത്തം നിറഞ്ഞവനെ, പിശാചിൻ്റെ മോനെ. ഈ വചനം വായിച്ചാൽ ഒരാൾ ചോദിക്കാം, ഒരാളെ അങ്ങനെയൊക്കെ വിളിക്കാമോ? പിശാചിൻ്റെ മോനെ വിളിക്കാമോ? വിളിക്കാമെന്നേ. ആരാ പിശാചിൻ്റെ മകൻ? ആരാ? ബൈബിൾ എന്താ പറയുന്നത്? പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. ഒരു വ്യക്തി പാപം ചെയ്താൽ മുമ്പോട്ട് പോകുന്നവരെ നോക്കിയിട്ട് ദൈവവചനം പറഞ്ഞവൻ പിശാചിൻ്റെ മകനാന്നാ. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്ന വിടുവിക്കാൻ കർത്താവ് യേശു വന്നു. യേശു വന്നത് മുഖേന പിശാചിൻ്റെ മക്കളായി ജീവിച്ച അനേകരെ ദൈവമക്കളെന്ന പദവിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അവർക്ക് എന്താ മാറ്റം വന്നത്? എന്താ അവർക്ക് ഉള്ളിലൊരു മാറ്റം വന്നു, അകത്ത മനുഷ്യന് മാറ്റമുണ്ടായി. അവർ കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവ് വിശ്വാസത്താൽ സ്വീകരിച്ചു. അവർ മാനസാന്തരപ്പെട്ടു, ആത്മരക്ഷ പ്രാപിച്ചു, വീണ്ടും ജന അനുഭവം അവർക്കുണ്ടായി. ബാഹ്യമായി നോക്കുമ്പോൾ ഒരു പ്രത്യേകത ഒരുപക്ഷെ കണ്ടെന്ന് വരത്തില്ല. പണ്ടത്തെ വ്യക്തി തന്നെ ഇപ്പോഴത്തെ വ്യക്തി, പക്ഷേ അകത്ത് മാറ്റം സംഭവിച്ചു. അവരെ നോക്കി ദൈവവചനം പറയുന്നു, അവർ ദൈവമക്കളാ.
ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവമക്കളാകുന്നു. അങ്ങനെ ദൈവമക്കളായി തീർന്ന ലക്ഷം മനുഷ്യർ ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് ദിനത്തിൽ 120 പേര് കൂടിയ ഒരു ചെറിയ സഭയിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ ദൈവം കൊണ്ടുവന്നു. അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ സംസാരിക്കുന്നവരായി മാറി. അല്പ ദിവസങ്ങൾക്കും 5000 മാറി. പുരോഹിതന്മാർ ചിലർ വിശ്വാസത്തിന് അധീനരായി. രാജാക്കന്മാർ വിശ്വാസത്തിൽ വന്നു. മന്ത്രിമാർ രക്ഷാനിർണയം പ്രാപിച്ച് ദൈവത്ത് വന്നു. ഈ സഭ അങ്ങ് വളരാൻ ആരംഭിച്ചു. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും രക്ഷിക്കപ്പെട്ടൊരു കൂട്ടമുണ്ട്. അവരെ ദൈവമക്കളെന്നാണ് വിളിക്കപ്പെടുക. ഒരു കാലത്ത് അവർ ആരായിരുന്നു? പിശാചിൻ്റെ ഇഷ്ടം ചെയ്ത് പാപികളായി ഭൂമിയിൽ ജീവിച്ചവരാ. ഇന്നവരെ പാപസ്വഭാവം മാറി. ഒരു കാലത്ത് ദുർമാർഗിയും വിഗ്രഹാരാധിയും വ്യഭിചാരിയും മോഷ്ടാവും കൊലപാതകന്മാരും ഒക്കെ ജീവിച്ച അനേക ജീവങ്ങൾക്ക് മാറ്റം വരുത്തിയത് ഈ ഭൂമിയിൽ ഗവൺമെൻറ് കൊടുത്ത എന്തെങ്കിലും ശിക്ഷ കൊണ്ടല്ല. ഒരു വ്യക്തിയെ ജയിലിലിട്ടാൽ അവിടെ ശിക്ഷ കിട്ടിയിരിക്കും, പക്ഷെ അതുകൊണ്ട് മാറ്റം ഉണ്ടാകുകയില്ല. മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒന്നേ ഭൂമിയുടെ പരപ്പിലുള്ള സുവിശേഷമാണ്. ഈ വ്യക്തിയെ വിളിക്കുന്നു, ഹേ സകല കപടം ദൂർത്തു നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, കർത്താവിൻ്റെ നീതിയെ തടയുന്നവനെ, കർത്താവിൻ്റെ കൈ ഇപ്പോൾ നിന്റെ മേൽ വീഴും. ഒരു സമയത്തേക്ക് നീ കുരുടനായി മാറും. പെട്ടെന്ന് ഇവര് വ്യത്യാസമായി. അവരുടെ കണ്ണ് തിമ്മരം കൊണ്ട് മൂടുന്ന പോലെ മൂടി. സൂര്യനെ കാണുമ്പോൾ തപ്പിത്തടയാൻ തുടങ്ങി. എന്താ ഇത് സംഭവിച്ച കാര്യം? എന്താ ഇവരെ ആരാ ഇങ്ങനെ ആക്കി മാറ്റിയത്? ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, ദൈവപ്രഥമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ സാത്താൻ അല്ലെങ്കിൽ പിശാച് അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അവൻ കുരുട്ടുകണ്ണുള്ളവനായതുകൊണ്ടാണ് സുവിശേഷം തടഞ്ഞത്. ഇന്നും ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്, സുവിശേഷത്തെ വെറുക്കുന്ന ആൾക്കാർ. ജനങ്ങൾ രക്ഷിക്കപ്പെടാനായിട്ട് അവരുടെ പ്രസംഗിക്കുന്നത് യഹൂദന്മാർ അങ്ങനെയാണ്. യഹൂദന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ കൊന്നവരും അപ്പോസ്തലന്മാരെ തടഞ്ഞവരും ജാതികൾ രക്ഷിക്കപ്പെടുന്നതാണ് ദൈവവചനം പറയുന്നു വിലക്കുന്നവരുമാണ്. അങ്ങനെ അവരെ പാപം പൂരിപ്പിക്കുന്നു എന്ന് വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളും അങ്ങനെ ഇരിക്കുന്നു. നമ്മൾ പിശാചിൻ്റെ മക്കളാണോ ദൈവമക്കളാണോ? ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, സാധാ ദൈവമുള്ള പദവിയേക്കാൾ പ്രിയ മക്കളെന്നുള്ള പദവി എന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ പ്രിയ മക്കളാകണം. ദൈവത്തെ അനുസരിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവഹിതം ചെയ്തും ഈ ഭൂമിയുടെ പരപ്പിൽ പ്രിയ മക്കളായി നമുക്ക് ജീവിക്കാം. പ്രിയ മക്കളെ ചേർക്കാൻ നമ്മുടെ നാഥനായ കർത്താവ് വരാറായി. പ്രത്യാശ ഒന്നുകൂടെ നമുക്ക് പുതുക്കാം. സന്തോഷത്തോടെ ദൈവമേ അങ്ങ് വരണമേ നമുക്ക് പറയാം. ഇന്ന് രാവിലെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ഒരു നിമിഷത്തോടെ പ്രാർത്ഥിക്കാം. ഉന്നതം ഉയർന്നിരിക്കുന്നതിന് ശാശ്വതവാസിയമോ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് മാത്രം ദൈവമായിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് തന്ന ആത്മീയ പദവിക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം. ഒരു ഗണനും ആദമില്ലാതെ ജീവിച്ച കാലത്ത് കൃപയാൽ ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ദൈവമക്കളും പ്രിയമക്കളുമാക്കി തീർത്ത കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. അവർ ദൈവത്തെ പ്രിയമക്കളായി മാറട്ടെ. അവരെ അനുഗ്രഹിച്ചേ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.